2-3 മാസങ്ങൾക്ക് മുൻപ് എൻ്റെ ഫേസ്ബുക്കിൽ ഞാനൊരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട അജ്മലിനോടൊപ്പം. ഞാൻ അന്നേരം കൊണ്ടോട്ടി ഒരു ചാരിറ്റീൻ്റെ ഒരു ഇനോഗ്രേഷൻ ഫംഗ്ഷന് പോയതാണ്. അന്നാണ് അജ്മലിനെ പരിചയപ്പെട്ടത്. അജ്മൽ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരു കലാകാരനാണ്. അജ്മൽ അന്ന് മുതൽ ഇന്ന് വരെ ഒരുപാട് മെസ്സേജുകളായിട്ടും കോളായിട്ടൊക്കെ എന്നെ വിളിക്കാറുണ്ട്. എൻ്റെ ഓരോ തിരക്കും അജ്മൽ വാച്ച് ചെയ്യലുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ വലിയ ആളായില്ലേ, നമ്മളൊക്കെ മറന്നു എന്ന് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ഇപ്പോൾ ഈ അടുത്ത് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം ഉണ്ടായി. അജ്മലിന് അജ്മൽ ഉംറ ചെയ്യാൻ പോയി. മാഷാ അല്ലാഹ് ഉംറ ചെയ്ത് തിരിച്ചു വന്ന്. അപ്പോൾ അതിൻ്റെ മുന്നേ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു ഇൻ്റർവ്യൂ കൂടെ വേണം, നമുക്ക് രണ്ടാൾക്കും സംസാരിക്കണം, കുറച്ച് പാട്ടുകളൊക്കെ പാടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കോഴിക്കോടേക്ക് ഇപ്പം എന്നെ തിരഞ്ഞിട്ട് അജ്മൽ വീണ്ടും വന്നപ്പം അവൻ്റെ ഒരു ഇൻ്റർവ്യൂ കുറച്ച് പാട്ടൊക്കെ നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരും ഇങ്ങനെ സെറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അജ്മലെ പറഞ്ഞോട്ടെ. അപ്പോൾ ജലാഖാനെ ആദ്യം കൊണ്ടോട്ടി വെച്ചിട്ടാണ് കണ്ടത്. പിന്നെ കണ്ടത് പറഞ്ഞാൽ പിന്നെ അത് മുതൽ ഫുള്ള് ഇപ്പോൾ കോളിങ്ങായി, ഒടിക്കലായി. അതേപോലെ പിന്നെ കുറച്ചൊന്ന് കാണണം, ഭയങ്കര കുറേ ആഗ്രഹം ഉണ്ടായിരുന്നു, ഒന്നുകൂടി കാണണം, ഒന്ന് സംസാരിക്കണം, പാട്ട് പാടണം. അപ്പോൾ ജലാഖ നമുക്ക് കുറച്ച് തിരക്കുണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോഴാണത് കിട്ടിയത്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. ഓൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഓന് വലിയ കലാകാരനോ സിനിമാ നടനോ പാട്ടുകാരനോ ഒന്നും ആവണ്ട, ഇടയ്ക്ക് ഇതേപോലത്തെ എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂ കുറച്ച് പാട്ട് സ്റ്റേജിലൊക്കെ പാടണം എന്നുള്ള ആഗ്രഹമാണ്. പിന്നെ സംബന്ധിച്ച് എനിക്കിത് സാധിച്ചു കൊടുക്കാൻ ഇങ്ങനെ പറ്റുള്ളൂ. പിന്നെ സുഹൃത്തുക്കളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, മുനീസ് പൂന്നൂരും പിന്നെ ഡുഡും പിന്നെ ജിനീഷും ഒക്കെ നമ്മളിന്ന് ഫ്രീ ആയപ്പം ഓനെ വിളിച്ചിട്ട് പിന്നെ ചെറിയൊരു പ്രോഗ്രാമായിട്ട് ചെയ്യാമെന്ന് ഉദ്ദേശിച്ച്. അപ്പം 2ാമത്തെ തവണയാണ് ഞാൻ അജ്മലിനെ നിങ്ങൾക്ക് മുന്നേ പരിചയപ്പെടുത്തുന്നത്. അജ്മൽ എൻ്റെ അടുത്ത് കുറേ ഡിമാൻഡുകൾ വെച്ചിട്ടുണ്ട്, സിനിമയിൽ അഭിനയിക്കണം. ആരെ പരിചയപ്പെടണം എന്ന് പറഞ്ഞ്? എനിക്ക് മറ്റേ അനാൻഷാനൊന്ന് വേണം. അതേപോലെ നമ്മുടെ സിനിമ തണ്ണീമത്തെ സിനിമത്തെ കുറേ ആൾക്കാരില്ലേ, അതൊക്കെ ഒന്ന് കാണണം. സിനിമാ നടന്മാരെയൊക്കെ കാണണം, പ്രത്യേകിച്ച് അനാൻഷാനെ കാണണം. അനാൻഷയൊക്കെ നല്ല തിരക്കില്ല, എന്നാലും അനാൻഷാൻ്റെ കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അജ്മലിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. അജ്മൽ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനാണ് അനാൻഷ. അപ്പോൾ എന്തായാലും അജ്മലിന് പിന്നെ ഒരു പാട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി പാടണ്ടേ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പാടി പാട്ട് ഇതിന് മലർക്കൊടിയൊക്കെ അല്ലേ? അതെ. ഇപ്രാവശ്യം ഏതാ പാടുന്നത്? പടപാട് എന്നുള്ള ഇതാണ്. അതിപ്പോൾ എൻ്റെ പ്രൈവറ്റ് സോങ് ആണ്. അതിപ്പോൾ എല്ലാവരും ഇപ്പോൾ ഫുള്ള് വൈറലായിട്ടുണ്ട്. അതിലിപ്പോൾ DJ ആയിട്ട് ഒന്ന് വരുന്നുണ്ട്, അതേ സീസണിൽ വരുന്നുണ്ട്. അപ്പം ഞാൻ ചെറുതായിട്ട് നമ്മൾ ഇപ്പോൾ ഇത് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു പടവാള് പാടിക്കുന്നാലേ. പടവാള് മിഴിയുള്ളോള് പഞ്ചാര മൊഴിയുള്ളോള് പദപ്പങ്ങും ചിരിയുള്ള പൂങ്കനിത്തേവി പെണ്ണ് സൈനബാബീവി. പടവാള് മിഴിയുള്ളോള് പഞ്ചാര മൊഴിയുള്ളോള് പദപ്പങ്ങും ചിരിയുള്ള പൂങ്കനിത്തേവി പെണ്ണ് സൈനബാബീവി. ചെഞ്ചോര ചുണ്ടിനയുണ്ട് നല്ല മുഞ്ചുള്ള താമര ചണ്ട്. ചെഞ്ചോര ചുണ്ടിനയുണ്ട് നല്ല മുഞ്ചുള്ള താമര ചണ്ട്. ബദറത്ത് പെണ്ണിൻ്റെ കൽബിൽ കുതിരത്തോടിപ്പിച്ചു ചേരിൽ. ബദറത്ത് പെണ്ണിൻ്റെ കൽബിൽ കുതിരത്തോടിപ്പിച്ചു ചേരിൽ. കസവണിഞ്ഞ തേക്കിനാക്കൾ പൂക്കളായി വിരിഞ്ഞു കാലരംഗ മാനസത്തിനമ്പിളിത്തെരിഞ്ഞു. തേക്കിനാക്ക പൂക്കളായി വിരിഞ്ഞു കാലരംഗ മാനസത്തിനമ്പിളിത്തെരിഞ്ഞു. പടവാള് മിഴിയുള്ളോള് പഞ്ചാര മൊഴിയുള്ളോള് പദപ്പങ്ങും ചിരിയുള്ള പൂങ്കനിത്തേവി പെണ്ണ് സൈനബാബീവി. സന്തോഷമായോ? അജ്മൽ നല്ലോണം പാടുന്നുണ്ട്. അജ്മലിനെ നമുക്ക് നല്ലൊരു സിംഗറൊക്കെ ആക്കി മാറ്റണം ഇൻഷാ അല്ലാഹ്. അജ്മലെ ഉംറക്ക് പോയപ്പോൾ എന്താ തോന്നിയത്? മാഷാ അല്ലാഹ്. ഉംറക്ക് പോയപ്പോൾ എനിക്ക് ഭയങ്കര ചൂട് പൊട്ടലൊക്കെ ഉണ്ടായി, നല്ലോണം പൊട്ടലും കാര്യമൊക്കെ ഉണ്ടായി. അതേപോലെ ക്ലൈമറ്റ് പറ്റില്ല. നിങ്ങൾക്ക് ഇങ്ങനത്തെ ചൂട് പറഞ്ഞാൽ 2 മണിക്കുള്ള ശേഷം ചൂട് പറ്റൂല. ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ട് ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറി എനിക്ക് കുഴപ്പമുണ്ടാവില്ല. നമ്മൾ കയറുന്ന സമയത്ത് ഉണ്ടാവുമല്ലോ, ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് ചെറുതായിട്ടൊരു സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടായി. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല, റാഹത്തായി ഇവിടെ എത്തി. ഭയങ്കര സന്തോഷമായില്ല? അള്ളാഹിനോട് ഒരുപാട് സന്തോഷമായില്ലേ? അൽഹംദുലില്ലാ. ഇനി എന്താ എൻ്റെ ആഗ്രഹം? ഇനി എന്തായാലും എനിക്ക് ജോലി വേണം, 1ാമത്തെ ആഗ്രഹം. 2ാമത്തെ ആഗ്രഹം എനിക്ക് സിനിമയിലോ കോമഡീസിലോ എവിടെയാണെങ്കിലും കുഴപ്പമില്ല, ചാൻസ് വന്നാൽ. വലിയ ചാൻസുകളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? ഇതൊന്നും എനിക്ക് ചെയ്തു തരാൻ അറിയില്ല, എനിക്ക് പറ്റുന്നത് എന്തെങ്കിലും ഉണ്ട് ഞാൻ എന്നോട് പറയുന്നല്ലേ. അതെ. ഒന്നും ഞാൻ എനിക്ക് ഓഫർ ചെയ്തിട്ടില്ലല്ലോ, ഇല്ല. അപ്പോൾ ഫ്രീ ഉള്ള സമയത്ത് ഇവനെ വിളിച്ചിരുത്തിയിട്ട് കുറച്ച് സംസാരിക്കാനുള്ളൊരു ആഗ്രഹം ഓൻ പറഞ്ഞ് അത് ഞാൻ ചെയ്ത്. ഒരു പാട്ടും കൂടെ പാടിയാലോ? ഓക്കെ.
ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോലാലേ. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോലാലേ. ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എൻ്റെ പിരിഞ്ഞു നീ പോയില്ലേടി. എന്നെൻ്റെ വീട്ടിലെ കല്യാണാലങ്കാരം എന്നെൻ്റെ വീട്ടിലെ കണ്ണീരാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോലാണ്ടി. അജ്മലിന് മണിച്ചേട്ടന് ഇഷ്ടമാണോ? അതെ. അടിപൊളി. പിന്നെ ഇപ്പം നമ്മൾ 2 പാട്ട് പാടി അജ്മലിൻ്റെ സ്റ്റോറിയൊക്കെ പറഞ്ഞ് ഇനി പിന്നെ കുണ്ടോട്ടിത്തെ പരിപാടിക്ക് വരുന്നുണ്ടോ? അതെ, വരുന്നുണ്ട്. വരുന്നുണ്ട് ഇൻഷാ അല്ലാ. വേറെന്താ വിശേഷങ്ങൾ ഇനി പറയാനുള്ളത്? വേറെ വിശേഷം എന്ന് പറഞ്ഞാൽ ജലാൽഖാനെ കണ്ടെന്ന് രണ്ടാമത്തെ വീണ്ടും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. പിന്നെ എന്നോട് വന്നത് കോഴിക്കോടേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ രാവിലെ നല്ലോണം ഉറങ്ങി, പിന്നെ ഉറങ്ങാൻ പറ്റില്ല. കാരണം ജലാൽക്ക് കഴിഞ്ഞപ്പോൾ ഈ പോകാൻ പറ്റില്ലെങ്കിലോ എന്നുള്ളതിൽ അപ്പോൾ ആകത്തിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ പിന്നെ ബസ്സിൽ വന്നിട്ടില്ല, ഇപ്പോൾ എത്തോ ഇല്ല എന്നുള്ള ഇതിൽ പേടിച്ച്. പിന്നെ അത് കഴിഞ്ഞ് 2 വട്ടം ഞാൻ 3 വട്ടമൊക്കെ വിളിച്ച് ഇവിടെ എത്തി, സന്തോഷമായി. അപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എങ്ങനെ ജലാൽഖാനെ കാണുമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കല്ല, പെട്ടെന്നുണ്ടായതാണ് ഇത്. നമുക്ക് രണ്ടാം കൂടെ ഒരു പാട്ട് പാടിയല്ലോ. ഓക്കെ, ഏതാ പാടാ? ഇങ്ങനെ മറ്റേ പാട്ടില്ല, മലർക്കുട്ടി പാടിയല്ലോ. അത് പഠിക്കാം പാടല്ലേ? എന്തായാലും എന്നെ കാണണം എന്നുള്ളത് ഞാനും ആഗ്രഹിച്ചാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ വിളിക്കണതും വിവരങ്ങൾ അന്വേഷിക്കണതും ഇതിനെ കുറിച്ച് പറയും. വലിയ ആളായില്ലേ, ഫുള്ള് തിരക്കായില്ലേ, നമുക്ക് ചാൻസ് ഒന്നും ഇല്ല. ഞാനിപ്പോൾ ഓരോ ഇൻ്റർവ്യൂവിലും ഓരോ വീഡിയോസിലൊക്കെ കാണാറുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇനിയിപ്പോൾ ജലാൽഖാനെ ഇപ്പം കിട്ടൂലല്ലോ, അധികമൊന്നും കിട്ടൂല. കാരണം എന്താണെന്ന് ഒരു സിനിമ ജലാൽഖ ചെയ്തു, അതിൻ്റെ പാട്ട് ഞാൻ കുറച്ചും കൂടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ മുന്നേ ചെയ്തതാണ്. എന്നാലും അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേപോലെ മറ്റേ പാട്ടും കൂടി പാടിയില്ല, മറ്റേ നിന്നിട്ടൊരു പാട്ട് പാടിയില്ല, ആ പാട്ട് കൂടി പഠിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ പാട്ട്. പാടിയാട്ടെ. അത് കിട്ടൂല, ഞാൻ പഠിച്ചിട്ടില്ല. അജ്മലിന് വേണ്ടിയിട്ട് ഞാൻ പാടട്ടെ. പജിന്റെ നെഞ്ച് കജുമലായാലെന്താക്കും, 501 ബാർ സോപ്പുണ്ട് ഞാൻ കെഗും, സോപ്പ് വാങ്ങാൻ കായില്ല ഞാൻ എന്താക്കും, പൈപ്പിൻ്റെ ഒട്ടിലെ സോപ്പ് എടുത്ത് ഞാൻ തേക്കും, ചക്കൻ്റെ വിളഞ്ഞ് ചുണ്ടുമ്മലായാൽ എന്താക്കും, ചിമ്മിനി എടുത്ത് ചുണ്ടുമ്മലാക്കി ഞാൻ പോക്കും. അടിപൊളി, സൂപ്പായി. നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഫീലൊക്കെ മനസ്സിലാണ്ട്. അതെയാ. എന്തായാലും ഞാനും എൻ്റെ സുഹൃത്തുക്കളും എവിടെയെങ്കിലൊക്കെ എനിക്ക് നല്ല അവസരങ്ങൾ വരാണെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾക്കൊപ്പം നമ്മളുണ്ടാവും. ഇപ്പം എന്നോട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അനക്ക് എന്താ ജോലി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയണില്ല, ഗാനമേളയാണ് പാടാൻ പോകണമെന്നൊക്കെ പറയുന്നത്, ഓരോന്ന് തളർത്തിയാണ്. പക്ഷെ ഞാൻ പരിപാടിക്ക് പാടാനല്ലാട്ട് പോണത്. ഞാൻ പോണത് പാവങ്ങളെ എത്രത്തോളം സഹായിക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോകുന്നത്. ഭിന്നശേഷിക്കാർ കുറേ ആൾക്കാരുണ്ട്, എൻ്റെ പോലത്തെ വേറെ പോലത്തെ ആൾക്കാർ കുറേ ആൾക്കാരുണ്ട്. പക്ഷെ ഓരൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. അജ്മൽ പറഞ്ഞ് മനസ്സിലായോ? അജ്മലിനെ കുറേ ആൾക്കാർ കളിയാക്കുന്നുണ്ട്, അനക്ക് എന്താ പണിയെന്ന് ചോദിച്ചിട്ട്. അജ്മലിനോട് അനക്ക് എന്താ പണിയെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, അതൊരു സത്യമാണ്, അതൊരു തിരിച്ചറിവാണ്. ആ ഒരു ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം അല്ലേ. പിന്നെ രണ്ടാമത്തെ ഓൻ പറഞ്ഞു കേട്ടില്ലേ, ഓൻ്റെ ജോലിയായിട്ട് ഓൻ കാണുന്നത് എന്താ വെച്ചാൽ ഭിന്നശേഷിക്കാരെ പരിപാടി, പാവപ്പെട്ട ആൾക്കാരെ പരിപാടി, ചാരിറ്റി പരിപാടികളിലൊക്കെ പോയിട്ട് ഓന് ബാക്കിയുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പാട്ട് പാടാണ് അല്ലേ. അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാവില്ലേ നമുക്ക്. അപ്പോൾ ഓൾക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ, നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നില്ല ചോദിച്ചു, നമുക്ക് ജോലിയും കിട്ടുന്നില്ല, ഒന്നുമില്ല. അപ്പോൾ ഓൾക്ക് ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട് കളിക്കാനോ എന്തെങ്കിലും എനർജി കിട്ടാൻ വേണ്ടിയിട്ട്, അതേപോലെ ജലാൽഖാൻ്റെ പോലത്തെ നിസാർഖാൻ അറിയാം നിങ്ങൾക്ക്, നിസാർഖാൻ്റെ പോലത്തെ അങ്ങനെ കുറേ ആൾക്കാർ പാട്ടുകളുണ്ട്. പക്ഷേ ഓരോ കൂടെ എനിക്ക് നിസാർഖാൻ്റെ മാത്രം പാടാൻ പറ്റുള്ളൂ, ഇപ്പം കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ കൊണ്ടോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു ജലാൽഖാൻ. അപ്പം ഞാൻ ഒന്ന് പാടാം. അപ്പോൾ പിന്നെ അങ്ങനെ വിദ്യാസിച്ചുണ്ട്, ഇൻഷാ അല്ലാഹ് നടക്കട്ടെ, അതിനുള്ള ഭാഗ്യമൊക്കെ കിട്ടട്ടെ. കാരണം ഞാൻ എനിക്ക് ചൂട് എന്നാൽ ഈ 2 സമയത്തുള്ള ചൂടാണ് എനിക്ക് പറ്റാത്തത്. അപ്പോൾ എന്നാലും ജലാൽഖാനെ കണ്ടേ പറ്റുമോ എന്നിട്ട് ഞാൻ അത്രയും സഹിച്ചിട്ട് ഞാൻ ഇവിടെ എത്തിയത്. സന്തോഷമായി, ഭയങ്കര സന്തോഷമായി. സന്തോഷം മാത്രം പോരാ, ഒരു പാട്ടും കൂടെ വേണം. ഏതായാലും ഏതാ പാടാ? വന്നോളി, ഏത് മണി വേണമെങ്കിൽ. മാപ്പിളപ്പാട്ട് ഏത് മണി പോവാം. മാപ്പിളപ്പാട്ട് വേറെ ഏതാ അറിയാം? മലർക്കോടി അല്ലേ അന്ന് പാടി? അതൊന്നുകൂടെ പാടിയാലോ? മഹിമഹ പാട്ടാണ്. മഹിമഹ. ഓ പാട്ട് ഒപ്പം കൊണ്ട് വയ്യാന്ന് തോന്നില്ല. ആ ചോപ്പല്ല. മഹിൽ മഹാസേനന്ന് മഹിമഴ
സുൽത്താന് മലമഴവില്ലായി കൊണ്ടൊരു കനിമോളെ അവളുടെ മധുപൊഴുകും പേരാണ് ഹുസ്നുജമാലേ മഹിമഹാസീനെന്ന് മഹിമഴയും സുൽത്താന് മലമഴവില്ലായി കൊണ്ടൊരു കനിമോളെ അവളുടെ മധുപൊഴുകും പേരാണ് ഹുസ്നുജമാലേ മണിമൈരം നാണിക്ക മരതകവും നാണിക്ക മതിയഴകാനേവുന്ന മതിമുഖിയാള് അവളുടെ മധുരിതമാം പേരാണ് ഹുസ്നുജമാലേ മഹിമഹാസീനെന്ന് മഹിമഴയും സുൽത്താന് മലമഴവില്ലായി കൊണ്ടൊരു കനിമോളെ അവളുടെ മധുപൊഴുകും പേരാണ് ഹുസ്നുജമാലേ. അരെ വാ, നല്ല സൗണ്ടാ അജ്മൽ എൻ്റെത്. അടിപൊളിയാവും ഇൻഷാ അല്ലാ. അപ്പൊ ഇനി എന്താ മതിയോ നമ്മൾ പരിചയപ്പെട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അജ്മലിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിലിപ്പോ അമ്മ വല്യപ്പണ്ട്, വല്യപ്പ ഉഷാറായിട്ടിരിക്കുന്നുണ്ട്. ഇവരൊക്കെ പോകുന്നുണ്ട്, എല്ലാരും പോകുന്നു. ഞങ്ങൾ 4 ആളെ പോയത്, ഫാമിലി ആയിട്ടാ പോയത്. ഫാമിലി ആയിട്ടാ പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോ വല്യപ്പാക്ക് വയ്യാത്ത വല്യപ്പയാണ്. അപ്പോൾ ഓലിക്ക് വിട്ടു കൊടുക്കാനും ഉള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അതേപോലെ എനിക്ക് ഉള്ളിൽ കൂടെ നടക്കാനും ഇതൊക്കെ ആയിരുന്നു. സന്തോഷമായി. അവിടെ മുത്താനും പറ്റി, ഇവിടെ ഭാഗം മുത്താനിക്ക് കിട്ടി. ഞാൻ വിചാരിച്ചിരുന്നില്ല മുത്താൻ കിട്ടുമോ ഒന്നും വിചാരിച്ചിട്ടില്ല. പെട്ടെന്ന് നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുത്താൻ പോയി, കിട്ടി, സന്തോഷമായി. അതേപോലെ ജലാക്കൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നല്ല നല്ല വേദിയിലെത്തട്ടെ, ഇനി ജലാക്കാർക്ക് ഇനിയും കിട്ടട്ടെ എന്ന് ഭാഗ്യം കേട്ടാണ്. അപ്പം ഇനി നമസ്കാരം. മാഷാ അല്ലാ, മാഷാ അല്ലാ. എല്ലാവരോടും നന്ദി നമസ്കാരമുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് നല്ലോണം ദുആ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷമായി. കാരണം ഒരുപാട്ടെ നമ്മള് നമ്മൾ ഇങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ, നമ്മൾ അങ്ങോട്ടല്ല ഇങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ അങ്ങോട്ട് നമ്മൾ സ്നേഹിക്കും. സ്നേഹിക്കാത്ത ആൾക്കാർ കുറേ ഒക്കെ ഉണ്ട്. പക്ഷെ ഓല് ഞാൻ തട്ടും മാറ്റി നിർത്തും. അങ്ങനെയാണ് നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നു അത്രത്തോളം നമ്മൾ എന്താട്ടും അതിൽ വടി നമ്മൾ കൊടുക്കും. അത്രേ ഉള്ളൂ. നമ്മൾ സ്നേഹിക്കാത്തവരെ നമ്മൾ സ്നേഹിച്ചു തുടങ്ങണം, സ്നേഹിച്ചു തുടങ്ങണം. പക്ഷെ നമ്മൾക്ക് ഓർക്ക് അങ്ങനെ ഇതില്ലെങ്കിൽ നമ്മൾ ആരുടെ അടുത്തും ഒന്നും പ്രതീക്ഷിക്കണ്ട, പഠിച്ചവൻ്റെ അടുത്ത് അല്ലാണ്ട്. ശരിയാ. അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് ഒരിക്കലും സങ്കടം ഉണ്ടാവില്ല. നമ്മൾ ഫുള്ള് ഹാപ്പി ആയിട്ട് ജീവിക്കും. നമുക്ക് പ്രതിഫലം തരേണ്ടത് പഠിച്ചവനാന്നുള്ള ബോധം ഉണ്ടായാൽ മതി. അപ്പോൾ എന്തായാലും പിന്നെ നമ്മുടെ ചാനലും കേട്ടോ, മുഹമ്മദ് അജ്മൽ വ്ലോഗ് എന്നാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക. പിന്നെ അതേപോലെ ഇൻസ്റ്റ ID ഉണ്ട്, അജ്മൽ റിസ്വാൻ എന്നാണ്. അതൊക്കെ നോക്കുക. അതിലൊക്കെ ഫുള്ള് ഞാൻ പാട്ടോ. അജ്മലിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്യണം, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം, അവൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും ഷെയർ ചെയ്യണം. പേര് പറഞ്ഞല്ലോ, അജ്മൽ റിസ്വാൻ ആണ്. അജ്മൽ റിസ്വാൻ എന്നാണ് ഇൻസ്റ്റാഗ്രാം ID. യൂട്യൂബ് മുഹമ്മദ് അജ്മൽ എന്നാണ് യൂട്യൂബ് ID. വ്ളോഗല്ലേ, അതുകൊണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഫസ്റ്റ് വീഡിയോ ചെയ്തപ്പം എനിക്കും അജ്മലിന് നിങ്ങൾ എത്രത്തോളം ഷെയറും കമൻറ്റും പ്രോത്സാഹനവും ഒക്കെ തന്നു. അതേപോലെ തന്നെ അജ്മലിൻ്റെ ഈ വീഡിയോ എല്ലാവരിലും എത്തിക്കുക. അജ്മലിൻ്റെ നല്ലതായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ നടത്തി കൊടുക്കാൻ പറ്റുന്നവർ അജ്മലിനായിട്ട് കോൺടാക്ട് ചെയ്യുക. അജ്മലിൻ്റെ നമ്പർ ഞാൻ ഈ ഫേസ്ബുക്കിനകത്ത് ഇതിനകത്ത് കമൻറ്റിലിടാം. പിന്നെ അജ്മലിന് എന്താ പറയുക, ഏത് രീതിയിലും അജ്മലിനായിട്ട് നല്ലൊരു സുഹൃത്ത് ബന്ധത്തിലാവാനും അജ്മലിനെ സഹായിക്കാനൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അജ്മലിനെ ഡയറക്റ്റ് വിളിക്കുക. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ സൊറ വിത്ത് ജലാൽ മാഗ്നസിൽ എന്നോടൊപ്പം വന്നിരിക്കുന്നതിൻ്റെ അകത്ത് ഒരു ഏറ്റവും വലിയ സന്തോഷമുണ്ട്. ഫസ്റ്റ് ഇവൻ്റെ ആ ഒരു ലൈവ് ഞാൻ ചെയ്യുമ്പം ഒരു പ്ലാനിങ്ങും ഇല്ല. ഞാൻ പ്രോഗ്രാം ചെയ്ത് വന്ന് തുടങ്ങിയ സമയമാണ്. 4 മാസമായിട്ടോ എന്ന് വെച്ചാൽ 4 മാസം മുൻപ്. ഇപ്പം ഞാൻ ചെറുതായിട്ട് ഫ്രീയുള്ള സമയത്ത് കൂട്ടുകാരെയൊക്കെ ജസ്റ്റ് പരിചയപ്പെടുത്താമെന്നുള്ള രീതിയിൽ തുടങ്ങിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അതിനകത്തേക്ക് ഗസ്റ്റായിട്ട് വരണം എന്ന് പറഞ്ഞപ്പം വിളിച്ചതാണ്. ഇനി ഒരിക്കൽ കൂടി ഇൻഷാ അല്ലാഹ് അജ്മൽ ഗസ്റ്റായിട്ട് വരും. ആ സമയത്തിനുള്ളിൽ അജ്മൽ ഏതെങ്കിലും രീതിയിൽ ഒരു വർക്കിൽ വൈറലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ വൈറലാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഡുഡു വന്നിട്ടുണ്ട്, ജിനേഷ് വന്നിട്ടുണ്ട്, ഉനേഷ് വന്നിട്ടുണ്ട്. എല്ലാവരോടും ഒരു താങ്ക്സ് പറഞ്ഞാൽ. ഞങ്ങൾ 3 ആൾക്കും ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ ആദ്യമായിട്ടാണ് ജലാൽക്ക് ഞാൻ വട്ടം കണ്ട ശേഷം നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഭയങ്കര സന്തോഷം. എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും എത്തിയല്ലോ, ഭയങ്കര സന്തോഷം. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം അടുത്ത സൊറയിൽ നമുക്ക് അടുത്തൊരാളായിട്ട് കാണാം. എല്ലാവരോടും താങ്ക് യു.